ഹലോ ഫ്രണ്ട്സ്, എല്ലാം പുതിയൊരു വീട്ടിൽ സാധനം കഴിച്ചിട്ടുണ്ടാകും. നമ്മൾ ഈ പേപ്പർ വെച്ചിട്ട് വാച്ച് ഗണ്ണർ ഉണ്ടാക്കിയെടുത്താണ്. അത് ഡബിൾ ബാല കണ്ണിട്ടത് ഇങ്ങനെ വർക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ പിടിച്ച് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കണം. അപ്പോൾ നേരെ വീട്ടിൽ കയറുമ്പോൾ ചാലോ സ്ക്രീബിലേക്ക് ശരി. അപ്പോൾ നേരെ വിളിക്കാം. ഒരു പേപ്പർ എടുക്കുക, അത് കഴിഞ്ഞിട്ട് നമ്മളതൊന്ന് റോൾ ചെയ്തെടുക്കണം. ഇങ്ങനെ നമ്മളൊന്ന് റോൾ ചെയ്തെടുക്കുക, എന്നിട്ട് ഒട്ടിച്ചെടുക്കുക കേട്ടോ. ഇങ്ങനെ ഒന്ന് റോൾ ചെയ്ത് ഒട്ടിച്ചെടുക്കുക. അതിൻ്റെ ആ റോൾ വെച്ച് നമ്മൾ വേറൊരു പേപ്പർ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് ഇങ്ങനെ റോൾ ചെയ്തെടുക്കണം. ഇങ്ങനെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. ഇപ്പം നമ്മൾ റോൾ ചെയ്തെടുത്തന്നെ കേട്ടോ. അത് ആ ആ വലിയതിൻ്റെ ഉള്ളിൽ ചെറുത് സ്മൂത്തായിട്ട് കയറണം കേട്ടോ. ഇങ്ങനെ അതുകൊണ്ട് അതിൻ്റെ രണ്ടിൻ്റെ സെൻറ്ററൊക്കെ ഒന്ന് മുറിച്ചെടുക്കണം. രണ്ടിൻ്റെ ഇങ്ങനെ മുറിച്ചെടുക്കുക. ഇപ്പം മുറിച്ചെടുത്തന്നെ കേട്ടോ. കുറച്ചിങ്ങനെ ബാക്കി ചെയ്യണം കേട്ടോ, ചെറുത്. അങ്ങനെ രണ്ടിൻ്റെ ഇങ്ങനെ ചെയ്തെടുക്കാം. അതിൻ്റെ ഒരു ചെറിയ പേപ്പറിൻ്റെ റോൾ എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ നടുക്ക് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുക. നമ്മൾ ഒട്ടിച്ചെടുത്തന്നെ കേട്ടോ. അതിൻ്റെ ഇങ്ങനത്തെ ഒരു നീളത്തിലുള്ളൊരു പേപ്പറിൻ്റെ റോൾ എടുത്തിട്ട് ഇവിടെ ഒട്ടിക്കുക മുകളിൽ. അതിൻ്റെ നമ്മൾ നേരത്തെ ആദ്യം എടുത്ത രണ്ട് ചെറിയ റോളില്ലേ, അതിൻ്റെ ഉള്ളിൽ കയറ്റിയത് അത് എടുത്തിട്ട് ഇങ്ങനത്തെ ഒരു ചെറിയ റോൾ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഒട്ടിച്ചെടുക്കുക. വേണ്ട, ഇങ്ങനെയാണ് ഒട്ടിച്ചെടുക്കുക. അതിൻ്റെ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇറക്കുക. ഇങ്ങനെയാണ് ഇറക്കുക കേട്ടോ. ഇവിടെ തടഞ്ഞിരിക്കണം, അതിനാണ് മുകളിൽ റോൾ വെച്ചാണ് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ റബ്ബർ ബാൻഡ് എടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഇത് കൂടെ ഇട്ടിട്ട് നമ്മൾ ഈ സാധനത്തിൽ ഇങ്ങനെ ഇട്ട് വയ്ക്കുക വെറുതെ. എന്നിട്ട് ഇവിടേക്ക് അങ്ങനെ കയറ്റി വയ്ക്കുക. കണ്ടോ. എന്നിട്ട് ഇവിടെ പിടിച്ച് നിൽക്കുമ്പോൾ സാധനം പോകട്ടോ. അപ്പോൾ ഇതായിട്ട് നമ്മുടെ വർക്കിംഗ് എന്ന് പറയുന്നത്. എന്നിട്ട് ഇങ്ങനത്തെ ഒരു പേപ്പർ എടുക്കുക. എന്നിട്ട് ആ പേപ്പർ നമ്മൾ ഇങ്ങനെയാണ് മടക്കിയെടുക്കുക. ഒരു നീളത്തിലുള്ള പീസ് ഇങ്ങനെ മടക്കിയെടുക്കുക. എന്നിട്ട് അതൊന്ന് ഒട്ടിച്ചെടുക്കുക. ഇപ്പം നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് ചെറുതാക്കുക. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അടിയിൽ വെച്ച് ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു റബ്ബർ ബാൻഡ് എടുത്ത് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഒട്ടിച്ചെടുക്കുക. അങ്ങനെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ ചെയ്യണം കേട്ടോ. ഇത് ഇവിടെയും വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുക. കേട്ടോ, ഇങ്ങനെയാണ് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ കയ്യിൽ കറക്റ്റായിട്ട് ഇരുന്നുള്ളൂ കേട്ടോ. അതായത് നമ്മുടെ കൈമ കെട്ട സംഭവമല്ലേ, അതേണ്ടത്. ഈ സംഭവം കറക്റ്റ് ഫിറ്റ് ആയിട്ടത്. എൻ്റെ കൈമ കുറച്ച് ടൈറ്റ് കൂടി പോയെന്നുള്ളൂ, ഇല്ല കുഴപ്പമില്ല. അത് ഊരിയിട്ട് നമ്മൾ ഈ സംഭവമില്ലേ അതിൻ്റെ ഉള്ളിൽ ഇറക്കി വെക്കുന്നത്, അത് ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ റബ്ബർ ബാൻഡ് ഞാൻ ഇട്ടണോലെ ഇട്ട് വയ്ക്കുക. ഇങ്ങനെ ഫ്രണ്ടിൽ കൂടെ ഇതിങ്ങനെ ഇട്ടിട്ട് നമ്മൾ ബാക്കിൽ ഈ സംഭവത്തിൽ ഇങ്ങനെ ഇട്ട് വയ്ക്കുക. അത് വലിച്ചത് ഇങ്ങനെ റീലോടെയാ അവിടെ ഞെക്കുക. ഇപ്പോൾ നമ്മൾ അടിയിലിട്ട് പോകണ്ട കേട്ടോ. അതിൻ്റെ ഇങ്ങനത്തെ ഒരു ചെറിയ റോൾ ചെയ്ത കുറച്ച് പീസുകളൊക്കെ മുറിച്ച് അവിടെ നമ്മൾ ബുള്ളറ്റായിട്ട് ഉപയോഗിക്കണം. അത് വാച്ച് നമ്മുടെ കയ്യിലേക്ക് കേട്ടാ. അതിൻ്റെ സാധനം റീലോഡ് ചെയ്യുക. ഇങ്ങനെ റീലോഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഈ പേപ്പറിൻ്റെ റോൾ ബുള്ളറ്റേക്കില്ല, അത് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് രണ്ടെണ്ണത്തിലേക്ക് ഇടാം. അതിൻ്റെ നമ്മൾ മുകളിൽ വെച്ച് കൊല്ലേ അടിച്ച് പൊക്കാം. മറ്റേയായിരുന്നു ഉദ്ദേശിച്ചത് ഞെക്കാൻ വേണ്ടി, പക്ഷെ ഞെക്കിയിട്ടത് മഞ്ഞില്ല. നമ്മുടെ കൈ അവിടെ ഉള്ളായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇത് പൊക്കുമ്പോൾ ഇത് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അടിയിലിട്ട് വേണ്ട സംഭവം അടിയിലിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല പവറൊക്കെ ഉണ്ട് കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ഷെയർ. അപ്പോൾ നമുക്ക് അടുത്തിട്ട് കാണാം.